Welcome back to Bosco Campus Vision. Today we are discussing the subject Business, Environment and Policy of S3BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing a new topic, that is new economic policy. So let's see the new economic policy. The new economic policy refers to various policy measures undertaken since July 1991 with a view to increase productivity and efficiency of the economy by creating an atmosphere of competition. New economic policy, here we can say that it is a various policy measures undertaken since July 1991. So it is for the view to increase the productivity and efficiency of the economy of our country by creating an atmosphere of competition. അപ്പോൾ ഒരു ന്യൂ എക്കണോമിക് പോളിസിയിൽ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു എക്കണോമിക് പോളിസി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ ഒരു എക്കണോമിക് പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രീസിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി കൂടും, അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി കൂടും. അങ്ങനെയാണ് ഒരു അറ്റ്മോസ്ഫിയർ ഓഫ് കോമ്പറ്റീഷൻ. അപ്പോൾ രണ്ട് ഇൻഡസ്ട്രികൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് എന്താണ് എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ സാധിക്കുന്നത്. അപ്പം ഒരു എക്കണോമിക് പോളിസി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? Various measures undertaken and to increase the productivity and efficiency of the economy by creating an atmosphere. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ നമുക്ക് ഓരോ ഇൻഡസ്ട്രിയിലും പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കണം. അതിനെയാണ് നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. According to C. Rangarajan, Governor, Reserve Bank of India, the new economic policy comprises various policy measures and changes since 1991. So there is a common thread running through all these measures. And the objective is simple, and that is improve the efficiency of the mechanism involving multitudes of controls, fragmented capacity, and reduced competition even in the private sector. So the thrust of new economic policy is towards creating more competitive environment in the economy as a means of improving the productivity and efficiency of the system. ഇപ്പോൾ ഒരു അക്കോർഡിംഗ് ടു രംഗരാജൻ അല്ലേ, ഫോമർ ഗവർണർ ആയിരുന്നു റിസർവ് ബാങ്കിലെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു 1991 എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ എക്കണോമിക് പോളിസി മെഷേഴ്സ് നോക്കിയാൽ അതിലൊരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ട് അല്ലേ. അതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു ഒബ്ജക്റ്റീവാണ്. അതായത് improve the efficiency of the mechanism involving the multitudes of controls, fragmented capacity, and reduced competition even private sector. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ഒരു പ്രൈവറ്റ് സെക്ടേഴ്സിലെ കോമ്പറ്റീഷൻസ് കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അവർക്കൊരു കൺട്രോൾസ് ഏർപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു എന്താണ് എക്കണോമിക് പോളിസിയുടെ 1991 കാലഘട്ടം. ആൻഡ് സോ ദ ന്യൂ എക്കണോമിക് പോളിസി വന്നപ്പോൾ ആ എക്കണോമിക് പോളിസിയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ടുവേർഡ് ക്രിയേറ്റിംഗ് മോർ കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ്. അപ്പം 91 ശേഷം ന്യൂ എക്കണോമിക് പോളിസി വന്നപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ്, അതായത് പ്രൈവറ്റ് സെക്ടേഴ്സിന് ആദ്യകാലത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ 91 ശേഷം ന്യൂ എക്കണോമിക് പോളിസി വന്നപ്പോൾ ആ റെസ്ട്രിക്ഷൻസ് മാറി ഒരു കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി എങ്ങനെ കൊണ്ടുവരാം അതിനെപ്പറ്റി നമ്മൾ വന്നു. ആൻഡ് ദ എക്കോണമി ആസ് എ മീൻസ് ഓഫ് ഇംപ്രൂവിങ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ന്യൂ എക്കണോമിക് പോളിസിയുടെ മെയിൻ മോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം പറഞ്ഞ പോലെ ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ എക്കോണമി by creating an atmosphere of competition both in public sector and in private sector. ഒരു ന്യൂ എക്കണോമിക് പോളിസി ഇത് ശരിക്കും ഉള്ള ഉദ്ദേശം തന്നെ എന്താണ്? ഒരു ക്രിയേറ്റിംഗ് മോർ കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ് ഇൻ ദ എക്കോണമി ആസ് എ മീൻസ് ഓഫ് ഇംപ്രൂവിംഗ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി സിസ്റ്റം. ക്ലിയർ വിത്ത് ദി പോയിന്റ്? Next is the need of new economic policy. That is, the economic policy was initiated because of economic crisis of 1991. നമ്മൾ ആദ്യം പറഞ്ഞ 1991 കാലഘട്ടത്തിൽ there was a restriction in private sectors. അപ്പം അവർക്ക് എന്താണ് ഒരുപാട് ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു മിനിമൈസ് കൺട്രോൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്ര കപ്പാസിറ്റിക്ക് മുകളിൽ പ്രൊഡ്യൂസ് ചെയ്തുകൂടാ, കോമ്പറ്റീഷൻ ലിമിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്രൈസിസിനെ നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ദ എക്കണോമിക് പോളിസി വാസ് ഇനിഷ്യേറ്റഡ് because of the economic crisis in 91,
വിച്ച് ഇൻക്ലൂഡ്സ് അപ്പം അതിൻ്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി ആർ വെരി ലോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ദാറ്റ് ഈസ് ഓൺലി 2,400 crore which are just sufficient to buy from abroad and 3 weeks requirements ഇല്ലേ. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, ഒന്ന് വെരി ലോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇല്ലേ, അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അനുവദിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ 2,400 crores വരെ എന്ത് ചെയ്യാം റിസർവായിട്ട്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവായിട്ട് നമുക്ക് എബ്രോഡിലെ ഒരു 3 weeks റിക്വയർമെൻറ്റ്സിന് വേണ്ടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഫണ്ട് വെരി ലോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവായിട്ട് കണ്ടെത്താം. Then increased borrowings result in increased national debt. That is, the physical debt of previous 5 years compelled the government to borrow more and more. അല്ലേ, അപ്പോൾ ഡെഫിസിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതിനോട് പറയുന്നത് എന്താണ്, ഇൻക്രീസ്ഡ് ബോറോയിങ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് നാഷണൽ ഡെറ്റ്. അപ്പം ഒരുപാട് എമൗണ്ട് നമ്മൾ എന്താണ് കടം അല്ലെങ്കിൽ ഡെറ്റ് കിടക്കുന്നത് കൊണ്ട് തന്നെ, ഈ ബോറോയിങ്സ് കൂടുന്നത് കൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് എന്താണ് 5 വർഷം അല്ലെങ്കിൽ ഓരോ വർഷത്തെയും ഡെറ്റ്സ് കൂടുന്ന അല്ലെങ്കിൽ കിട്ടാക്കടമായിട്ട് കിടക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അവർ ബോറോ ചെയ്യുന്നു. അപ്പോൾ ഒരു ന്യൂ എക്കണോമിക് പോളിസി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, എല്ലാ സെക്ടേഴ്സും ഒരുപോലെ കോമ്പറ്റീറ്റീവ് ആയിട്ട് നിലനിൽക്കുമ്പോൾ ഈ ഡെറ്റ്സിനെ നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. ആൻഡ് ദ തേർഡ് ഇസ് excess liquidity leading to the price rise to the extent of 17%. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൈസ് റൈസ് ഇല്ലേ, അതായത് ചില കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇല്ലേ ഡെറ്റ്സ് അല്ലെങ്കിൽ ബാധ്യത കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിൽക്കുന്ന സാധനങ്ങളുടെ പ്രൈസ് കൂട്ടാൻ തുടങ്ങും. അപ്പം ഒരു ന്യൂ എക്കണോമിക് പോളിസി വരാനുള്ള കാരണം എന്താണ്, അങ്ങനെയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു പ്രൈസിൽ റൈസ് വരാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ് അവരത് ചെയ്തത്. ആൻഡ് സോ വി നോ ദാറ്റ് ഇറാഖ് വാർ ഇൻ 1991 ഇല്ലേ, ഒരു 1991 കാലഘട്ടത്തിലാണ് ഇറാഖ് വാർ വന്നത്. ആൻഡ് സോ ലീഡ് ടു ദ ക്രൈസിസ് ഇൻ പ്രൈസ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് പ്രൈസിനകത്തൊക്കെ നമുക്ക് ചില പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ കമ്മോഡിറ്റീസിന് വില കൂടി കുറഞ്ഞൊക്കെ നിന്നൊരു കാലഘട്ടങ്ങളായിരുന്നു. സോ ഗൾഫ് ക്രൈസിസ് ഫർദർ ഡിപ്പെൻഡ് ഇന്ത്യസ് അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് ക്രൈസിസ് വന്നപ്പോൾ, അപ്പോൾ ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടം, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലും COVID-19 വന്നപ്പോൾ ഇഷ്യൂസ് നമുക്കറിയാമല്ലേ, റിസർവ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു, അല്ലാത്ത ലോൺസിന് റേറ്റ് കൂട്ടി, അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂസ് ഇപ്പോഴും നമ്മൾ ക്രൈസിസിലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ സമയത്തും ഈ പറഞ്ഞ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ, അപ്പോൾ എക്കണോമിക് പോളിസി ഓരോ സമയത്തും ഇപ്പം നമുക്കറിയാം റിസർവ് ബാങ്കിൻ്റെ ഇപ്പോൾ ഇന്നൊരു ഇല്ലേ നമ്മൾ ഈ എന്താണ് ഇന്ന് തന്നെ പറഞ്ഞു, റിസർവ് ബാങ്ക് പറയുന്നുണ്ടായിരുന്നു ലോൺസ് ഗോൾഡ് ലോൺസിനാണെങ്കിൽ മാക്സിമം എമൗണ്ട് അവർ ഇഷ്യൂ ചെയ്യണം. പക്ഷേ ഇൻട്രസ്റ്റിൽ വ്യത്യാസങ്ങളില്ല. ഇൻട്രസ്റ്റിൽ 7.5 അത് 8 to 9 ഒക്കെ ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ 7.5 ആയിട്ട് അവർ കുറച്ചു. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും ലോൺസിൽ FDയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഗ്രികൾച്ചർ ലോൺസ് അങ്ങനെ പല സെഗ്മെൻറ്റ്സിനും അവർ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റങ്ങൾ വരുത്തി, ചിലത് കൂട്ടി ചിലത് കുറച്ചു. അപ്പോൾ ഈ എക്കണോമിക് പോളിസിയിലൂടെ, അതായത് രാജ്യം ചില സമയത്ത് ക്രൈസിസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിന് ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ, അപ്പം നമ്മുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് സേഫ് ആവാനാണ്, അത് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഭാഗം സേഫ് ആകാനാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഈ ന്യൂ എക്കണോമിക് പോളിസികൾ അമെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരേണ്ടതും. സോ ക്ലിയർ വിത്ത് ദി പോയിൻറ്റ്സ്. Next we can see the features of new economic policy. That is, the new economic policy comprises mainly of 4. We already discussed, that is new industrial policy 1991, new trade policy, that is globalization, and the third is new physical policy, and the fourth is new monetary policy. So these are the 4 features of new economic policy. And so various changes have taken place since July 1991 in the policies relating to the field of trade, industry, finance and foreign investment, which when put together constitute an economic policy. So the new economic policy was initiated because of the crisis of 1991, which includes various measures introduced in India since 1991 to 2002 relating to its industry, that is public sector, fiscal policy, price policy and so on. So we already discussed the 4 features, that is fiscal policy, monetary policy, globalization and so the various changes have taken place. അപ്പം ഈ ചേഞ്ചസ് എല്ലാം വന്നത് തന്നെ എന്താണ്, സിൻസ് ജൂലൈ 1991 ആ ക്രൈസിസ് ഗൾഫ് ക്രൈസിസ് ഒക്കെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ആ ക്രൈസിസ് വന്നപ്പോഴാണ് ശരിക്കും നമുക്ക് എന്താണ്
ട്രേഡ്, ഇൻഡസ്ട്രി, ഫിനാൻസ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു എക്കണോമിക് പോളിസി വേണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു ന്യൂ എക്കണോമിക് പോളിസി പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. സോ ദ ന്യൂ എക്കണോമിക് പോളിസി was initiated because of the crisis of 1991, which includes various measures introduced in India since 1991-2002. അപ്പോൾ എന്താണ് ഒരു എക്കണോമിക് പോളിസിയുടെ ഇനിഷ്യൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് 1991-2002 കാലഘട്ടങ്ങളിൽ സംഭവിച്ച ആ ക്രൈസിസ്. അപ്പം അതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ആ ക്രൈസിസ് സംഭവിച്ചപ്പോഴാണ് ശരിക്കും ഓരോ സെക്ടേഴ്സിലും ഇൻഡസ്ട്രി, പബ്ലിക് സെക്ടർ, ഫിസിക്കൽ, പ്രൈസ് പോളിസി ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവണമെന്നും അതിൻ്റെ ഭാഗമായിട്ടൊരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ക്രിയേറ്റ് ചെയ്തതും. ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ക്രൈസിസിലും ഒരുപക്ഷെ ഗവൺമെൻറ് പുതിയ നയങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴും ഒരു പോളിസികൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിനെ നമുക്ക് ന്യൂ എക്കണോമിക് പോളിസി ആയിട്ട് പറയാം. അപ്പം വരും കാലങ്ങളിൽ നമ്മൾ ഈ ക്രൈസിസിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സബ്ജക്റ്റിൽ ഉൾപ്പെടുത്തി അതിനകത്ത് വന്ന മാറ്റങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ആയിരിക്കാം 91 വന്ന ആ ക്രൈസിസിനെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, അങ്ങനെ വന്ന വാറിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം അതുപോലെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ പോർഷൻസ്. അപ്പോൾ ടുഡേ വി ഡിസ്കസ് ദ ന്യൂ economic policy means that various policy measures undertaken since July 1991 with a view to increase productivity and efficiency of the economy by creating an atmosphere of competition. And so the objective is simple, and that to improve the efficiency and mechanism of involving fragmented capacity and reduce competition even in private sector. And we discuss the need of new economic policy, that is very low foreign exchange reserve or increased borrowing result in increased national debt, and the excess liquidity leading to the price rise to the extent of 17%. And we discuss the features of new economic policy, that is they are mainly comprises of four, that is new industrial policy 91, trade policy, globalization, and the fiscal policy, and the new monetary policy. And so the new economic policy was initiated because of the crisis of 91, and which includes various measures introduced in India since 91 to 2002 relating to its industry, public sector, or physical policy, or a price policy, and so on. And this is the end of today's section. I hope you all understood the new topic. So prepare well, and the next section we can discuss the important features of new economic policy under economic reforms. So prepare well and study well. Thank you.